സിനിമ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് ഓഡീഷൻ വഴി കയറി അതിനുശേഷം സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് മൊത്തം കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ചെയ്യാൻ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ആദ്യം തന്നെ ഡെബ്യൂട്ടൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയതിൽ എൻ്റെ ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ ചേട്ടനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അദ്ദേഹമാണ് എന്നെ ഇതിൽ സെലക്ട് ചെയ്തത്. പിന്നെ ആസിക്ക നല്ലൊരു എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റാർ ആയിരുന്നു. മാക്സിമം നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആസിക്ക തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് എന്താണെന്ന് റിസൾട്ട് പറയട്ടെ. ഹാപ്പിയാണ്. പുള്ളിക്കാരത്തി ആക്ട്രസ് ആയിട്ടോ ഇതിനകത്ത്. പടം നല്ല സിനിമയാണ്. പറയൂ, സ്ത്രീകൾക്ക് വേണ്ടി കൂടെ സംസാരിക്കൂ. ഞാൻ ഒരുപാട് പറഞ്ഞു അച്ഛനായിട്ട് അഭിനയിച്ചല്ലേ, അപ്പൊ അച്ഛൻ എന്താ പറയാനുള്ളത്? ഞാൻ അച്ഛനായിട്ട് അഭിനയിച്ചെന്നേ ഉള്ളൂ. അല്ല, മീൻസ് സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കുന്ന സിനിമയാണ്. അപ്പം അച്ഛന്മാരും അമ്മമാരും കുടുംബവും സ്ത്രീകളും ഒക്കെ കാണണം. എന്ന് വെച്ചാൽ എപ്പോഴും പുരുഷന്മാരെ മാത്രം കുറ്റപ്പെടുത്താതെ അവരുടെ ആംഗിളിൽ നിന്നുകൂടെ ചിന്തിക്കണം. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും, സ്ത്രീകൾക്കുമൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടും. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സിനിമയാണെങ്കിലും സ്ത്രീകൾക്കും ഇഷ്ടപ്പെടും, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. കാര്യം സ്ത്രീകൾക്ക് പലപ്പോഴും അവർക്ക് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവർ പലപ്പോഴും പുരുഷന്മാരെ ഒരുപാട് കരിവാരി തേക്കുന്നുണ്ട്. ഞാനത് പലപ്പോഴും എൻ്റെ ഓഫീസിലിരുന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എനിക്കത് പബ്ലിക്കായിട്ട് പറയാനായിട്ട് വരുന്നില്ല. അത് എന്തായാലും സേവ് സാർ ഈ സിനിമയിലൂടെ പബ്ലിക്കായിട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് മനസ്സിലാക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് സിനിമ കാണുന്നതായിരിക്കും അല്ലേ? നല്ലായിരുന്നു, ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തു, കൊള്ളാം. എല്ലാവരും അടിപൊളിയാണ്, ഒരുപാട് ഇഷ്ടമായി തന്നെ. എല്ലാ തരത്തിലും നോക്കിയാലും ആദ്യമായിട്ടൊരു മുഴുനീളം സിനിമ കിട്ടുകയാണ്, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആൻഡ് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും വശം നന്നായിട്ട് കേൾക്കുന്നുണ്ട്, അത് തന്നെ വലിയൊരു സമാധാനം. ആസിഫിൻ്റെ കൂടെ 9ാമത്തെ പടമാണ്. 9ാമത്തെ പടമാണ്. എല്ലാത്തിലും അമ്മവേഷമല്ല, പക്ഷെ 9 പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ തൊട്ട്. എല്ലാവരും ഫേവറേറ്റ്സ് തന്നെ. പക്ഷേ ആസിഫ് അലിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എത്രയായാലും ഉണ്ട്. ഭയങ്കര ഒരുപാട് സന്തോഷം. പ്രേക്ഷകരെല്ലാവരും കാണണം. സ്ത്രീയും പുരുഷനും എല്ലാ ഫാമിലിക്ക് ഏറ്റവും പറ്റിയൊരു സിനിമ. ഇത്രയും നാൾ കാത്തിരുന്നെങ്കിലും ഒരുപാട് സന്തോഷം തരുന്നൊരു സിനിമ. കുറ്റവാളി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുമ്പോൾ അധോലോക ദാവൂദ് ഇബ്രാഹിം പോലൊക്കെയുള്ള കഥയാണെന്ന് വിചാരിക്കും. അങ്ങനെ അതാണ് അതിനകത്ത് വിലങ്ങുമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ടൈറ്റിൽ എന്നെ ഇഷ്ടപ്പെടുത്തിയത് അതാണ്. അതിനുശേഷം സിനിമ കണ്ടപ്പോൾ എന്താ മനസ്സിലാക്കിയത്, സിനിമ നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന സാധാരണക്കാരൻ്റെ മനസ്സിലാവുന്ന റിലേറ്റഡ് ആവുന്ന കഥയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പുരുഷന്മാരുടെ സിനിമ തന്നെയാണ്. ഇവർ ചെയ്തേക്കുന്നത് പുരുഷന്മാർക്ക് വേണ്ടി തന്നെയാണ്. പക്ഷേ സ്ത്രീകൾക്ക് എതിരല്ല ഈ സിനിമ. സ്ത്രീകൾ ഇത് കാണുക, നമ്മുടെ നാട്ടിൽ എന്താണ് നിയമമെന്ന് പഠിക്കുക, കോടതി ചെന്നാൽ എന്താണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് പഠിക്കുക. ഇതൊന്നും ഇല്ലാണ്ട് നോക്കിയാൽ കുറ്റം, നടന്നാൽ കുറ്റം, പറഞ്ഞാൽ കുറ്റം, മിണ്ടിയാൽ കുറ്റം. നമുക്ക് പുരുഷന്മാർക്ക് ഒരു വിലയില്ല, നിലയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർക്കൂടെ വിലയുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച ഒരു വിവാദ സിനിമ തന്നെയാണ് ഇത്. ഇത് നല്ല വിവാദമാവട്ടെ. ഇതിൻ്റെ റൈറ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഇതിൻ്റെ ക്യാമറ, BGM, ഡയറക്ഷൻ ഒരു രക്ഷയില്ല. കിഡിലും പെർഫോമറാണ് ആസിഫ് അലി എന്ന നടൻ. ഹരീസ് രേഷോൻ്റെയൊക്കെ കോമഡി ട്രാക്ക് മാറ്റിയിട്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിനിമ ഒന്ന് തിയേറ്ററിൽ തന്നെ പുരുഷനും സ്ത്രീകളും കാണുക, അത്ര നല്ല മികച്ച ഒരു സിനിമയാണ് ഇത്. വിവാദ സിനിമയാണ് ഇത്. പുരുഷന്മാർക്ക് വേണ്ടി ചെയ്ത സിനിമ തന്നെയാണ്. പുരുഷന്മാരുടെ ഐക്യത എന്താണെന്നുള്ള സിനിമ തന്നെയാണ്. എല്ലാവരും കാണുക. സ്ത്രീകൾ കാണരുതെന്ന് ഞാൻ പറയില്ല, സ്ത്രീകൾ കാണുക. പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പുരുഷൻ്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. കൃത്യമായിട്ട് അജണ്ടയോടുകൂടി എടുത്ത സിനിമ തന്നെയാണ് ഇത്. വിവാദമാണ് സിനിമ, ആഭ്യന്തര കുറ്റവാളി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.